ആഗ്രഹം എന്നുള്ളതിൻ്റെ സംസ്കൃത വാക്ക് കാമം എന്നാണ്, നമ്മൾ ഉപയോഗിച്ച് തെറ്റായിട്ട് വന്നിട്ടുള്ളൊരു അർത്ഥം. അപ്പം കാമം ആദ്യം ഉണ്ടാവണം, ആഗ്രഹം. എനിക്ക് സിംഗപ്പൂരിൽ പോകണമെന്ന് എൻ്റെ കാമമാണ്, ആഗ്രഹമാണ്. പോകണമെങ്കിൽ എനിക്ക് എന്ത് വേണം? അർത്ഥം വേണം, കാശ് വേണം. കാശ് എന്ന് പറയുന്നത് ധനം മാത്രമല്ല, എന്തിനാണോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടി അല്ല ഞാൻ ഉപകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് വേസ്റ്റാണ്. എനിക്കെന്താണ് വേണ്ടത് എന്നുള്ളതിനേക്കാളും കൂടുതൽ എന്നെക്കൊണ്ട് എത്ര പേർക്ക് ഉപകാരമുണ്ടാവും എന്നുള്ളതാണ് യഥാർത്ഥ കർമ്മം. ഞാൻ മരിക്കണ സമയത്ത് എൻ്റെ കൂടെ ആരാണോ എന്നെ അവസാന കാലത്ത് എനിക്ക് വെള്ളം തരിക എന്നൊക്കെ പറയില്ലേ, എൻ്റെ ക്രിയ ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അതിന് എൻ്റെ ബയോളജിക്കൽ മക്കൾ ഇവിടെ ഇല്ലെങ്കിൽ അവർ മക്കളെ അല്ല. നമ്മൾ കഴിവുള്ളവർ എന്ന് പറയുന്നത് ഈ കഴിവ് നമ്മൾ എല്ലാം 30% ഉണ്ടായി, അല്ലെങ്കിൽ 1/3 ഉണ്ടായാലേ യു വിൽ ബിക്കം സക്സസ്ഫുൾ. ഡോക്ടർ TPS, മേളം കൈമസാല ABC ടോക്കിലേക്ക് സ്വാഗതം. ബുദ്ധിമാനെയോ ശക്തിമാനെയോ അല്ല അമ്മ പ്രസവിക്കേണ്ടത് ഭാഗ്യവാനെയാണ് എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ലോജിക്ക്? നമുക്ക് ഭാഗ്യം മാത്രം ഉണ്ടായാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് സംശയമാണ്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ചിലർ നന്നായി അധ്വാനിക്കുന്നവരാണ്, ചിലർ നന്നായി ബുദ്ധിയുള്ളവരാണ്, ചിലർ നന്നായി എന്താ പറയുക എല്ലാത്തിനും ഇറങ്ങി പുറപ്പെടുന്നവരാണ്. പക്ഷെ അതിനേക്കാളൊക്കെ സൂചിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരെ, സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറയുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ 3 കാര്യങ്ങളാണ് പറയാം. ഒന്ന് ഇച്ഛാശക്തി, ആഗ്രഹം ഉണ്ടാവണം ആദ്യം. ആഗ്രഹമില്ലെങ്കിൽ ഞാനിവിടെ വരില്ലല്ലോ. ആഗ്രഹം മാത്രം ഉണ്ടായാൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തൂല്ല. ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും, നിങ്ങളെന്ത് വിളിക്കാത്തത്? രണ്ടാമത് വേണ്ടത് ജ്ഞാനമാണ്, അറിവുണ്ടാവണം. ആഗ്രഹം ഉണ്ടാവണം, അറിവുണ്ടാവണം. ആഗ്രഹവും അറിവുള്ള കുറേ പേരുണ്ട് ലോകത്ത്, പക്ഷെ അവർ പ്രവൃത്തിയിൽ വരാറില്ല. പ്രാവർത്തികമാക്കണം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, 3 ശക്തിയുടെ ദേവതമാരാണ് നമ്മുടെ ലോകം എന്നാണ് പറയുക. ദേവീ സങ്കല്പത്തിൽ ഈ 3 ഇച്ഛകളാണ്: ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഈ 3 ദേവിമാരും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും, ഭാഗ്യം ഉണ്ടാവുന്നു. ഭാഗ്യം ഇത് ചേർന്നിട്ടുള്ള കോമ്പിനേഷനെയാണ് പറയുക. ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന, ഈ ഭാഗ്യം എന്ന് നമ്മൾ പറയുമ്പോൾ ഭാഗ്യമുള്ള പുത്രനെയാണ് ജനിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അമ്മ പ്രസവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ 3 ഉള്ളവരെ വേണം പ്രസവിക്കാനെന്നാണ് അതിന്റെ വ്യംഗ്യാർത്ഥം. അല്ലാതെ ഭാഗ്യം മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാഗ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പുത്രനോ പുത്രിയായാലും പുത്രനും പുത്രിയും അർത്ഥം ഒന്നാണ്. ആരാണോ അച്ഛൻ്റെയും അമ്മയുടെയും മടിയിൽ തലവായിച്ച് കിടന്നുറങ്ങി വളരുന്നത് വളരെ കൃത്യമാണ്. ഏതച്ഛനും അമ്മയാണോ ആരുടെ മടിയിലാണോ കിടന്ന് മരിക്കുന്നത്, ആ മരിക്കുന്ന ആളാണ് പുത്രനോ പുത്രിയോ. നരകത്തിലേക്ക് യാത്ര അയപ്പിക്കുന്ന എൻ്റെ കിടാവിനെയാണ്. അത് ഞാൻ ബയോളജിക്കലായിട്ട് ഉണ്ടാക്കുന്ന കുട്ടിയാണെന്നൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ പുത്രനാവുള്ളൂ. ഞാൻ മരിക്കണ സമയത്ത് എൻ്റെ കൂടെ ആരാണോ എന്നെ അവസാന കാലത്ത് എനിക്ക് വെള്ളം തരിക എന്നൊക്കെ പറയില്ലേ, എൻ്റെ ക്രിയ ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അതിന് എൻ്റെ ബയോളജിക്കൽ മക്കൾ ഇവിടെ ഇല്ലെങ്കിൽ അവർ മക്കളെ അല്ല. മനസ്സിലാവുണ്ട്? ഡെഫിനിഷനൊക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള, അല്ലെങ്കിൽ ഞാൻ സങ്കല്പിക്കുന്ന തരത്തിൽ ഈ 3 കർമ്മങ്ങൾക്കും കൃത്യമായിട്ട് കൈവരിക്കാൻ സാധിക്കുന്നവരാണ്. ആ കഴിവ്, അത് വലിയ കഴിവാണ്. ഈ കോമ്പിനേഷൻ, ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടില്ല. ഈ 3 ദേവിമാരുടെയും അനുഗ്രഹമുള്ള ഏതൊരാൾക്കും അത്യാവശ്യമായിട്ട് ആഗ്രഹമാണ്. ആ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ലക്ഷ്മി കയ്യിലുണ്ടാവണം, അല്ലേ? അപ്പൊ ആദ്യം ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ജ്ഞാനശക്തി. ഇതിലേതെങ്കിലും 2 എണ്ണമാണ് നമുക്കുള്ളത്, ഒരെണ്ണം മിസ്സിംഗ് ആണെങ്കിൽ എങ്ങനെ? അത് ഡിപ്രഷൻ ആവും. അവരാണ് സൈക്കോളജിക്കൽ പേഷ്യൻസ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അറിവില്ല, എന്ത് പറ്റും? ഞാൻ ഡിപ്രഷനിലാവും. പക്ഷെ ആ വേണ്ട അറിവ് പരിശീലിച്ചെടുക്കാൻ അതിനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. കർമ്മത്തിലും വരണം. 3ാമത്തേത് വരണം, ആക്ഷൻ ഓറിയന്റഡ് ആവണം എൻ്റെ ആഗ്രഹം. ഇപ്പം എനിക്ക് നീന്താൻ ആഗ്രഹമുണ്ട്, കുളമില്ലെങ്കിൽ എന്ത് ചെയ്യും? കുളമുള്ള സ്ഥലം ഞാൻ തപ്പി കണ്ടുപിടിക്കും. പക്ഷെ അതിന് മടിയാണെങ്കിലോ? അങ്ങനെയാണ് പലരും കംപ്ലൈന്റ് പറയുന്നത്. അത് പറയാതെ പ്രവർത്തിക്കുന്നവരെയാണ് ഭാഗ്യവാൻ എന്ന് പറയാം. നമ്മൾ കഴിവുള്ളവർ എന്ന് പറയുന്ന ഈ കഴിവ് നമ്മൾ എല്ലാം 30% ഉണ്ടായി, അല്ലെങ്കിൽ 1/3 ഉണ്ടായാലേ യു വിൽ ബിക്കം സക്സസ്ഫുൾ. അങ്ങനെ ഒരു കോമ്പിനേഷനിലൊക്കെ ജനിക്കുന്നവർ വളരെ കുറവായിരിക്കും, അല്ലേ? അത്
അതിനാണ് മെന്റർഷിപ്പ്. നിങ്ങളുടെ കുഴപ്പം എന്താണ് എന്ന് കണ്ടുപിടിച്ചത് സജസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ അവിടത്തേക്ക് എത്തുക. ഗുരു എന്ന് പറയുന്നതിനേക്കാളും ഒരു ആചാര്യൻ. വെറുതെ കണ്ണ് തുറന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അയാളെ ചെയ്യിപ്പിക്കാനും അയാളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കണം. ചിലപ്പോൾ അയാൾ തന്നെ അറിയാതെ അയാളെ തിരുത്താൻ പറ്റണം. അത് അറിയാതെ നമ്മൾ യദ്യതാ ജരതി ശ്രേഷ്ഠ തത്തദൈവേതൊരുചോന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനുവർത്തതേ എന്നാണ്. നമ്മൾ ഒരാളെ കണ്ടിട്ട് ഇയാളാണ് എൻ്റെ മെൻറ്റർ എന്ന് വിചാരിച്ചിട്ട് അയാൾ അറിയ വേണ്ട, ഞാനും അറിയണ്ട. നമ്മൾ അയാളെ റോൾ മോഡൽ എന്ന് പറയുന്നില്ലേ, അങ്ങനെ പിന്നോട്ട് പോകും. അയാളുടെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുക. എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, കുറേ പേർക്ക് ആഗ്രഹമുണ്ട് ഈ ലോകത്ത്. പക്ഷെ മടിയാണ്, ലതാർജിയാണ്. അതാണ് ലോകത്തിൻ്റെ കുഴപ്പം. അങ്ങനെ ഭാഗ്യവന്തം പ്രസൂയാഥ മാശൂരം അചപണ്ഡിതം എന്നാണ്. അല്ല, ഞാൻ ചോദിച്ചാൽ അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ 2 ഗുണമുണ്ട് അല്ലെങ്കിൽ 3 ഗുണമുണ്ട്. ഒരു ഗുണം കുറച്ച് കുറവാണ്. എനിക്ക് ആ ഗുണത്തിലേക്ക് എത്തപ്പെടാൻ എന്നെ ബ്ലോക്ക് ചെയ്യുന്ന എനർജികളുണ്ടെന്ന് പറയുന്നത്, ആ എനർജി എന്ന് പറയുന്നത് സത്സംഗിലൂടെ മാറ്റണം. ഇപ്പോൾ ബോംബെയിൽ പോയാൽ ആർക്കെങ്കിലും നടക്കാൻ പറ്റുമോ? എല്ലാവരും ഓടുക. നിങ്ങൾ നടന്ന ആരെങ്കിലും തട്ടി നിങ്ങൾ താഴെടും. നല്ല ഗ്രൂപ്പിൽ പെടണം. നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പാണ്. സത്സംഗ് എന്ന് പറയുന്നത് സത്സംഗ് എന്നാണ്. നല്ല ഈ അമ്മ പ്രസവിക്കുന്നു എന്ന് പറയുന്നത് മാ ശൂരം മാ ച പണ്ഡിതം എന്നാണ്. പണ്ഡിതനെയും പ്രസവിക്കേണ്ട, ശൂരന്മാരെയും പ്രസവിക്കേണ്ട എന്നാണ്. അങ്ങനെയല്ല പ്രസവിക്കേണ്ടതെന്നാണ്. മൂന്നാമത്തേത് പറഞ്ഞിട്ടില്ല അവിടെ. മനസ്സിലായോ? എന്തുകൊണ്ടാ? നല്ല നല്ല പണ്ഡിതനാണ്, പക്ഷെ അവന് ആഗ്രഹങ്ങളില്ല. അയാളിങ്ങനെ ഇരിക്കുകയുള്ളൂ. അതായത് 1000 പുസ്തകം വായിച്ചിട്ടുള്ള ഒരാൾ വാ തുറക്കത്തില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? എന്താ കാര്യമുള്ളൂ? നേരെ മറിച്ച് 2 പുസ്തകം വായിച്ചിട്ടുള്ള ആൾ നന്നായി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് അവൻ മനുഷ്യനാവുന്നത്. എനിക്കെന്താണ് വേണ്ടത് എന്നുള്ളതിനേക്കാളും കൂടുതൽ എന്നെ കൊണ്ട് എത്ര പേർക്ക് ഉപകാരമുണ്ടാവും എന്നുള്ളതാണ് യഥാർത്ഥ കർമ്മം. അപ്പം നല്ല ശൂരനാണ്, പക്ഷെ ഒരു കാര്യമില്ല അവനെ കൊണ്ട്. കാരണം ആ പണി ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു കർമ്മത്തിലേക്ക് അയാൾ ഇടപെട്ടാലേ പറ്റുള്ളൂ. നല്ല ബുദ്ധിയുണ്ട്, അവിടെ ഏർപ്പെട്ടാലല്ലേ പറ്റുള്ളൂ. ഇല്ലേ? ഞാൻ എവിടെയാണ് എന്നുള്ളത് അതിനേക്കാളും നല്ല രസകരമായ കഥയുണ്ട്. ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ വലിയൊരു ഹമ്പില്ലേ, അത് വെള്ളം ശേഖരിച്ചു വെക്കാനാണ്. ഈ നല്ല ഡെസേർട്ടിലൊക്കെയുള്ള ഒട്ടകം ആവശ്യത്തിന് വരുന്ന വെള്ളം ശേഖരിച്ചു വെക്കാണ്. അതേപോലെ കൺപീലികൾ വളരെ ഹെവിയറാണ് ഒട്ടകത്തിൻ്റെ. നമുക്കിങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റുന്ന പോലെ ഒട്ടകത്തിന് തുറക്കാൻ പറ്റില്ല. അതെന്തിനാ വെച്ചാൽ മിക്കവാറും അടഞ്ഞെന്നെ കിടക്കണം. നല്ല പൂഴിയുടെ കാറ്റ് വരുമ്പോൾ ഉള്ളിലേക്ക് കണ്ണിൽ കയറരുത്. പിന്നെ ഇത്രയും ഈ ഡെസേർട്ടിലേക്ക് നോക്കുന്നതും പാടായിരിക്കും. അതെ, പകുതി അടഞ്ഞ. പിന്നെ കാല് വളരെ ഹൈറ്റുള്ള കാല് കൊടുത്തിരിക്കുന്നത് ഡെസേർട്ടിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ ആണ് എന്ന് അറിയുന്ന കുതിരയുടെ കൊച്ചു കുതിര അമ്മയോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ വലിയ ഭാരം എനിക്ക് എൻ്റെ പുറത്ത്? എന്തിനാണ് എൻ്റെ IPLകൾക്ക്? ഒട്ടകത്തിന്റെ കുട്ടി ഒട്ടകത്തിന്റെ അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, ഇതൊക്കെ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നീ അതിനെപ്പറ്റി ദുഃഖിക്കരുത് എന്ന് പറയും. വൈ ദ ഹെൽ വി ആർ ഇൻ ദ സൂന്ന്? അടുത്ത ചോദ്യം. അങ്ങനെയാണ് പിന്നെ എന്നെന്തിനാ ഈ സൂലിട്ടിരിക്കണത്? അപ്പൊ നമ്മൾ ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടി അല്ല ഞാൻ ഉപകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് വേസ്റ്റാണ്. അപ്പൊ കുറേ ഗുണങ്ങളുണ്ട്. ആ എക്സാക്റ്റ് പോർഷനിൽ എന്നെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. റൈറ്റ് പ്ലേസിൽ വേണം. റൈറ്റ് പ്ലേസ്. എവിടെ, എങ്ങനെ, ആര്, എപ്പോൾ എത്തും എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. 6 പേര് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ ഇന്ന് പ്രസിഡന്റ് ഓഫ് അമേരിക്കയോട് എനിക്ക് സംസാരിക്കാം. അതായത് ഒത്തിരി തവണ ഒത്തിരി ആളുകളെ കേട്ടിട്ടുണ്ടല്ലേ. 7ാമത്തെ ആള്, 6ാമത്തെ ആള്, 5ാമത്തെ ആള്, 3ാമത്തെ ആള്, 2ാമത്തെ ആളായാൽ നമ്മൾ ഭാഗ്യവാന്മാർ. ഇപ്പൊ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് വിളിക്കാം. മോദിയെ സംബന്ധിച്ചിടത്തോളം 6 വേണ്ടല്ലോ, നേരിട്ട് വിളിക്കാലോ. അപ്പൊ എനിക്ക് മോദിയെ പരിചയപ്പെട്ടാൽ അവന് പരിചയപ്പെടാലോ, അല്ലെങ്കിൽ തരൂരിനെ അറിയുമെങ്കിൽ നേരിട്ട് വിളിക്കാലോ. തരൂരിനെ എനിക്ക് നേരിട്ട് അറിയാം. ഗോൾഡൻ റേഷ്യോയിൽ 1 കിട്ടും. നമുക്ക് 1, 2, 3, 5, 6 ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് എത്തും. അപ്പൊ ഇത് ഭാഗ്യം. അല്ലെങ്കിൽ നമ്മളെങ്ങനെ കാണും? എപ്പോഴോ എവിടെയോ TV-യിൽ എന്തോ ഒരു പ്രോഗ്രാം കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് GK എന്നെ വിളിക്കുന്നത്. ഈ പ്രോഗ്രാം കണ്ടിട്ട് എത്രയോ പേര് എന്നോട് സംസാരിക്കുന്നു. അല്ല, ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ഭയങ്കരമായ എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കരല്ല, ഭയങ്കരം എന്ന് പറയുന്നത് ഭയം ജനിപ്പിക്കുന്നതിനാണ് ഭയങ്കരം. എന്താ പറയാ, ശങ്കരമായെന്ന് പറയാം. ഭയങ്കരം നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വാക്ക് ശങ്കരം എന്നാണ്. ഒന്നുകൂടി പറയൂ. അപ്പോ ഞങ്ങൾക്ക് ശങ്കരമായ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണ്ടേ? എന്താ വെച്ചാൽ ഞങ്ങൾ ഓരോ ഗസ്റ്റുകളെയും വിളിക്കാനായിട്ട് ഞങ്ങൾ പല ശ്രമങ്ങളും നടത്തുമ്പോൾ
എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മടി കൊണ്ടും അല്ലെങ്കിൽ മറ്റൊരു ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ ഞങ്ങൾ ചില കാര്യങ്ങളിൽ ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോകാറുണ്ട്. ഇപ്പൊ ജി കെ പറയും ഒന്ന് ശ്രമിച്ചു നോക്കാം, എന്നിട്ട് എന്റെ കൂടെ പലകളിലൊക്കെ വരാം, ഞങ്ങൾ ചില സ്ഥലത്ത് പോയി കുത്തിയിരിക്കാറൊക്കെ കേട്ടെ. പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ 6ലേക്ക് എത്താറില്ല അല്ലേ, ഒരു 4-5 ഞങ്ങൾക്ക് കാര്യം നടന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് ആരോട് സംസാരിക്കാനും ആരെയും നമ്മുടെ ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. അല്ല, ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ബീയിങ് ആണ്. ബീയിങ് സോഷ്യൽ, ഹ്യൂമൻ ബീയിങ് ആണ്, ബീയിങ് ഹ്യൂമൻ. ഈ 2 ഗുണവും നമുക്കില്ലെങ്കിൽ എല്ലാം വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഓക്കെ അഗൈൻ കം ബാക്ക് ടു ദ ഭാഗ്യം. അപ്പോൾ ഡോക്ടർ ടി പി എസിൻ്റെ ചിന്താതലത്തിൽ നിന്ന് അങ്ങ് പറയുന്നത് ഈ കഴിവ് വേണം, ഭാഗ്യവും വേണം. ഭാഗ്യം മാത്രം ഉണ്ടായാൽ കുറെ കാലം നിൽക്കില്ല. ഒരു പ്രാവശ്യം ഭാഗ്യം കൊണ്ട് നമ്മളിവിടേക്ക് എത്തിപ്പോവും. പക്ഷെ പിടിച്ചു നിൽക്കണമെങ്കിൽ ടി പി എസിന്റെ അഭിപ്രായത്തിൽ ഭാഗ്യം ക്ഷണികമാണെന്നാണ് അല്ലേ. ബാക്കി 2 ഗുണം ഉണ്ടെങ്കിൽ ആ ഭാഗ്യം എന്നും നിലനിർത്തും. ഇനി ഭാഗ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും മൃഗം രാവിലെ പിന്നെ ഗുഹയുടെ അകത്തന്നെ ഇരുന്നിട്ട് എന്റെ മാൻ എൻ്റെ അടുത്ത് വരും, അപ്പൊ ഞാൻ തിന്നാന്ന് പറഞ്ഞ് ഭാഗ്യം ഉണ്ടെന്നുണ്ട് ആരെങ്കിലും ഇരിക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്റെ പുല്ല് എൻ്റെ അടുത്ത് വരും? ഇല്ല, നമ്മൾ പോണം, ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തേ തീർത്തും, അതല്ലെങ്കിൽ നടക്കില്ല. പ്രകൃതിയുടെ നിയമം അതാണ്. അല്ല, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ കിട്ടുന്ന സാധനത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം വേണ്ടത് ഇച്ഛാശക്തി, പിന്നെ വേണ്ടത് ജ്ഞാനശക്തി, പിന്നെ വേണ്ടത് ക്രിയാശക്തി. ഈ 3ഉം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവിനെയാണ് നമ്മൾ സാധാരണ പറയാം. അതുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം ഭാഗ്യവന്തം പ്രസൂയാത മാ ശൂരം മാച പണ്ഡിതം. പണ്ഡിതനെ, ശൂരനെ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനെ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മൂന്നാമത്തേതും കൂടി വേണം, ആഗ്രഹവും കൂടി വേണം. ആ 3ഉം കൂടി ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഭാഗ്യവാനായിട്ട് മാറും. ലോട്ടറി എടുക്കണമെങ്കിൽ അത് ആദ്യം വാങ്ങണമെങ്കിൽ അതിന് കാശുണ്ടാവണമെങ്കിൽ പണിയെടുക്കണം. അതെ, ഇപ്പൊ ബമ്പർ ടിക്കറ്റിന് 500 രൂപയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആഗ്രഹങ്ങളില്ലാത്തൊരുത്തന് ഇതൊന്നും നടക്കില്ല. എല്ലാത്തിൻ്റെയും ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട് മോക്ഷം എന്ന് കിട്ടുന്ന ഒരു സംഭവം. മോക്ഷം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. സന്തോഷം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് ആഗ്രഹമാണ്. എനിക്ക് ആഗ്രഹമില്ലാത്തൊരു സാധനം എനിക്ക് കിട്ടിയാൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. അതെ, ആഗ്രഹിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. അതിനാവശ്യം വേണ്ടത്, ആഗ്രഹം എന്നുള്ളതിൻ്റെ സംസ്കൃത വാക്ക് കാമം എന്നാണ്, നമ്മൾ ഉപയോഗിച്ച് തെറ്റായിട്ട് വന്നിട്ടുള്ളൊരു അർത്ഥമാണ്. അപ്പം കാമം ആദ്യം ഉണ്ടാവണം, ആഗ്രഹം. എനിക്ക് സിംഗപ്പൂർ പോകണമെന്ന് എൻ്റെ കാമമാണ്, ആഗ്രഹമാണ്. പോകണമെങ്കിൽ എനിക്കെന്ത് വേണം? അർത്ഥം വേണം, കാശ് വേണം. കാശ് എന്ന് പറയുന്നത് ധനം മാത്രമല്ല, എൻ്റെ ടിക്കറ്റ് ആരെങ്കിലും സ്പോൺസർ ചെയ്താലും പോരെ. അതെ. അപ്പോൾ അത് എന്തിനാ സ്പോൺസർ ചെയ്യുന്നത്? എൻ്റെ അറിവാവാം, എൻ്റെ പവർ ആവാം, എൻ്റെ പൊസിഷൻ ആവാം, അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ചെയ്തിട്ടുള്ള സഹായമാവാം. ഇതൊക്കെ അർത്ഥമാണ്. അത് ഒരു നോർമൽ എല്ലാവർക്കും ഗുണമുള്ള തരത്തിൽ, ആർക്കും ഉപദ്രവമില്ലാത്ത തരത്തിൽ ഞാൻ ചെയ്യുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുക. അതുകൊണ്ടാണ് കാമ അർത്ഥ ധർമ്മ മോക്ഷ. അങ്ങനെയായാൽ മോക്ഷത്തിലെത്താം. അങ്ങനെയായാൽ ഞാൻ സിംഗപ്പൂർ വരുമ്പോൾ എനിക്ക് സിംഗപ്പൂരൊക്കെ എൻജോയ് ചെയ്യാം. ഞാൻ കാശ് കെട്ടിട്ടാ പോകണമെങ്കിലോ എന്തായാലും തിരിച്ചു വരണമല്ലോ. വരുമ്പോണ്ടാവുന്ന കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടും. കടം മേടിച്ചിട്ടാണേലും തിരിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള പേരുണ്ട്. അപ്പോൾ എപ്പോഴും ഭയമില്ലാതിരിക്കണമെങ്കിൽ അർത്ഥം ധർമ്മത്തിലൂടെ നമ്മൾ നേടണം. ഇതാണ് ഭാരതീയമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. കാമാർത്ഥ ധർമ്മ മോക്ഷം. അത് തിരിച്ചാ പറയാ, അർത്ഥധർമ്മ കാമമോക്ഷം. അത് ഞാൻ തിരിച്ചാ പറയണേ. അത് ലോജിക്കലി പറയണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയണം. ആഗ്രഹം തന്നെ ആദ്യം ഉണ്ട്. ആഗ്രഹം, അതാണ് ഇച്ഛാശക്തി ആദ്യം, പിന്നെ ജ്ഞാനശക്തി, പിന്നെ കർമ്മശക്തി. ഇത് ദേവി ഭാഗവതം അല്ലെങ്കിൽ ദേവി സങ്കല്പത്തിൽ പറയുന്നതും മഹാഭാരതത്തിൽ പറയുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആഗ്രഹമുണ്ടെങ്കിൽ, പ്രവൃത്തിയുണ്ടെങ്കിൽ, അധ്വാനമുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടാകും. TPS, നന്ദി TPS. സന്തോഷം. This video is powered by മേളം കറി മസാല.